അനുമോൾക്ക് ഒരു കാരണവശാലും കപ്പ് കിട്ടൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇവിടെ കിടന്നിട്ട് തൂറി എറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അനുമോൾക്ക് കപ്പ് കൊടുക്കാനേ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഇനി കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്നലെ ഇറങ്ങിയതും അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. 16 ലക്ഷത്തിന്റെ PR കാര്യം പലരും പറയുന്നുണ്ട്. അതിന് സത്യമായാലും ശരി അല്ലെങ്കിലും ശരി അങ്ങനെയൊന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടെ കളിക്കുന്ന മുഴുവൻ PR എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരിക്കലും ഈ ഷോയെ അതിൻ്റെ അണിയറ പ്രവർത്തകർ കൊണ്ടുപോകില്ല. കാരണം ഒന്നാമതെന്ന് പറഞ്ഞാൽ അനുമോളയ്ക്ക് ഏഷ്യാനെറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അനുമോള് മറ്റൊരു ചാനലിലുള്ളതാണ്. ആ ചാനലിലുള്ള ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അരിയും തലയും മുറക്കിയിട്ട് ഇപ്പം അനുമോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതൊന്നും പക്ഷെങ്കിൽ ആ മറ്റേ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ചാനലിലെ ശ്രീകണ്ഠൻ നായർക്ക് പോലും ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല. കാരണം ഏഷ്യാനെറ്റിന്റെ ഏറ്റവും വലിയൊരു ശത്രു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠൻ നായരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകണ്ഠൻ നായരുടെ ഏറ്റവും വലിയ ശത്രു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏഷ്യാനെറ്റ് തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ അത്രയും ദ്രോഹിച്ച അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ ചാനലാണ് ഏഷ്യാനെറ്റ്. അവിടെ നിന്നൊന്നും പറഞ്ഞാൽ അയാളെ എടുത്തെറിഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറിവേപ്പില പോലെയാണ്. അന്ന് മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പരിപാടി മുതൽ, അത് മാത്രവുമല്ല അവിടെയുള്ള കോമഡി സ്റ്റാർ ഷോ ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ, പിന്നെ ഏഷ്യാനെറ്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത് ഈ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അവസാനം അയാളെ ഏഷ്യാനെറ്റ് പുറത്തിട്ടത് കൊണ്ട് അയാളോടുള്ള വൈരാഗ്യമുണ്ട്, അയാൾക്ക് ഏഷ്യാനെറ്റിനോടുള്ള വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഇനി സ്റ്റാർ സിംഗർ ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് വരുമോ എന്ന് പോലും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ദേഷ്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും. പിന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും അനുമോളക്ക് വേണ്ടിയിട്ടും അതിൻ്റെ അകത്തുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോഴും ചില ആൾക്കാരൊക്കെ നിർത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വൺ ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കരുത്, ആ ഒരു ചാനലിലെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകരുത് എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഇപ്പോഴും പൈസ വാരി എറിഞ്ഞിട്ടാണ് ഇതുപോലെ കമന്റ് പലരെ കൊണ്ടും ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളുടെ പൈസയാണ് ഇവിടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സും അതുപോലെ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും. അപ്പൊ ഈ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില ആൾക്കാർ തന്നെയാണ്. അതായത് അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ള ലേബലിൽ ഇവർ വന്നിട്ട് ചെയ്യുന്ന പരിപാടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR വർക്കുകളല്ലേ. അതായത് ഇവരെന്തിനാണ് ഈ അനുമോളെ പറ്റിയിട്ട് പറഞ്ഞ് തമ്മത്തല്ലുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തെരുവിൽ തമ്മത്തല്ലുന്നത് എന്തിനാണ്? അത് നിങ്ങളൊന്ന് പറ. അതായത് ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ ഇപ്പോൾ അനീഷിനെ ആൾക്കാർ എന്തൊക്കെ പറയുന്നുണ്ട്, നമ്മൾ എന്നിട്ട് ഇപ്പോൾ അനീഷിനെ പറയുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ അവൻ്റെ എല്ലാം പുറകെ പോയിട്ട് അവനെ തെറി പറയാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതായത് അനീഷിന് ഇപ്പോൾ പല തരത്തിലും അനീഷിൻ്റെ അച്ഛനെ അമ്മേനെയല്ലേ എനിക്ക് വൃത്തം പറഞ്ഞു നടന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ട് അവനോട് പറയാൻ പറ്റുമോ നീ അങ്ങനെ എന്തിനാണോ പറഞ്ഞത്, നിന്റെ കുറേ വോയിസ് നോട്ട് എടുത്ത് ഞാൻ പുറത്തിടും എന്നൊക്കെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളെ ആരെങ്കിലും പറയുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ അരിയും തലയും മുറുക്കിയിട്ട് ചില ആൾക്കാർ ഇറങ്ങുകയായി. അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ യുദ്ധമായി. ഇപ്പോഴും എന്താ യുദ്ധം നടക്കില്ലേ? അതായത് അനുമോളൊക്കെ വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അനുമോളെ കറിവേപ്പിലെ പോലെ എടുത്ത് കളയും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അനുമോൾക്ക് ഒരു കാരണവശാലും അവർ ഇത് കൊടുക്കൂല, കപ്പ് കൊടുക്കൂല, അത് ഉറപ്പാന്ന്. അതായത് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, അനുമോളെ പ്രാധാന്യം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത് ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കുന്നത് ഷാനവാസ്, അനുമോള്, അതുപോലെ ആദില ഇങ്ങനെയുള്ള ടീമുകളാണ്. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതെന്തുകൊണ്ടാണ് അവരെടുത്തെടുത്ത് കാണിക്കുന്നത്? ജനങ്ങൾ അവരെ വെറുത്തിട്ട് വോട്ടുകളെല്ലാം മറിയണം, വോട്ടുകളെല്ലാം നമ്മുടെ അക്ബറിന് അനുകൂലമായിട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു വലിയൊരു കളിയാണ് നടക്കുന്നത്. അതായത് ഇവന്മാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അക്ബറിനെയും അതുപോലെ നെവിനെയും ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം സങ്കടത്തിലാണ് ഇന്ന് രണ്ടുപേരും, നല്ല സങ്കടത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് നല്ലൊരു സ്പേസ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർക്കെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അതായത് ആദില നൂറമാർ തന്നെ നല്ല വെറുപ്പിക്കലാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഇപ്പൊ ഷാനവാസും കൂടി ചേർന്നിരിക്കുന്നത്, ഇപ്പൊ അനുമോളും ഉണ്ട്. അപ്പൊ ഇവരെ തന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ബിഗ് ബോസ്
ബോസ് ഇവരെ നെഗറ്റീവ് ആക്കേണ്ട പ്ലാനാണ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അനുമോൾക്ക് ഒരിക്കലും ഇവർ കപ്പ് കൊടുക്കത്തില്ല. അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനുമോളെ പോലെയുള്ള ആൾക്കാരെ സീസണിൽ കൊണ്ടുവരുന്നത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നല്ല പേയ്മെന്റ് കൊടുത്ത് അവരെ കൊണ്ടുവരുന്നത് കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊരു ഇതാണ് എന്താണെന്ന് വെച്ചാൽ, അവരോട് പറയുമ്പോൾ തന്നെ പറഞ്ഞില്ല, നിങ്ങൾ കപ്പിന് വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്, നിങ്ങൾ കൊടുക്കേണ്ടത് കണ്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആകും, ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആക്കും. ഇവിടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, പല സീസണുകളിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ മഞ്ജു പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കടം വീടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. മഞ്ജു പത്രോസിന് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി, ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായി. അങ്ങനെ പലതരത്തിൽ എന്ന് പറഞ്ഞാൽ മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞാൽ തകർന്നു പോയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-70 ദിവസം നിന്നപ്പോഴും എൻ്റെ കടങ്ങളെല്ലാം തീർന്നു. അത്രയും പൈസ എനിക്ക് ഇത്രയും സീരിയലും സിനിമയും അഭിനയിച്ചിട്ടൊന്നും എനിക്ക് ഈ ഒരു പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവിടെ പോയി നിന്നത് കൊണ്ട് മാത്രം എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റി. ബൾക്കായിട്ട് എൻ്റെ കയ്യിൽ ഒരു തുക വന്നു. അത് തന്നെയാണ് അനുമോൾക്കും കിട്ടാൻ പോകുന്നത്. ഭീമമായ ഒരു തുക തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും കപ്പ് അനുമോൾക്ക് കിട്ടില്ല. ഇനി അഥവാ അനുമോൾക്ക് മാത്രമാണ് ഇങ്ങനെ വോട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, വോട്ടിംഗ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തെന്ന് നിങ്ങൾക്കറിയാലോ. നമ്മുടെ നാട്ടിൽ ഇതിലും വലിയ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് തിരിമറി നടത്തുന്നത്. പിന്നെ ഈ 10 വോട്ടുകളെ നോക്കാനാണോ പ്രയാസം? അതുകൊണ്ട് ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7ന്റെ പണി കിട്ടിയിരിക്കുന്നത് ശരിക്കും നാട്ടുകാർക്കും കാണികൾക്കും മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും, ഒരു തരത്തിലുള്ള ടാസ്കുകളോ കാര്യങ്ങളോ ഒന്നും നേരെ ചൊവ്വയില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ടാസ്കുകൾ, അതുപോലെ ടാസ്കിൽ ജയിക്കണമെന്ന് ഒരു മത്സരാർത്ഥിക്ക് പോലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഏറ്റവും ഭയങ്കരമായിട്ട് കളിച്ചിരിക്കുന്നത് ഈ ആര്യനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറയും തന്നെയാണ്. അവർക്ക് കിട്ടുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. ഈ സാബുമേന് വരെ എന്ന് പറഞ്ഞ ടാസ്കിലൊന്നും ജയിച്ചിട്ടുള്ള കാര്യം വേണ്ട. അതുകൊണ്ട് തന്നെ അമ്മാതിരി കൂതറ പരിപാടിയൊന്നും വേണ്ട എന്നുള്ള നിലയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവസാന നിമിഷത്തിൽ ചതിയും കാര്യങ്ങളും വഞ്ചനകളും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇറങ്ങും. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറുമ്പോൾ തന്നെ ഒരുപാട് നിയമാവലികൾ ഉണ്ടാകും. ആ നിയമാവലികളിൽ സെലിബ്രിറ്റികൾക്ക് പലതും പറയും. കാരണം സെലിബ്രിറ്റികൾക്ക് നല്ല ശമ്പളം കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ശ്വേതാ മേനോനെ വരെ കൊണ്ടുവന്നത് എന്താ, ഇവിടെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാ? ശ്വേതാ മേനോനെ കൊണ്ടുവന്നത് കപ്പ് കൊടുക്കാനൊന്നുമല്ല. ശ്വേതാ മേനോനെ കൊണ്ടുവന്നത് ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് ആ ഒരു പ്രോഗ്രാം വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്വേതാ മേനോനെ കൊണ്ടുവന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതല്ല. അതുപോലെ പാഷാണ ഷാജീനെ കൊണ്ടുവന്നിരുന്നു, മറ്റുള്ളവരെ കൊണ്ടുവരുന്നുണ്ട്. ഇവർക്കൊന്നും തന്നെ കൊടുക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ ചതിച്ചെന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. ഈ പേളി മാണിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് ആ സീസണിലെ ഏറ്റവും ഭയങ്കരമായിട്ട് താരമൂല്യമുള്ള പേളിമാണി ഉണ്ടായിരുന്നു. പേളിമാണിക്ക് നല്ല താരമൂല്യമായിരുന്നു. കാരണം പേളിമാണി ഇവിടെ ഓരോ പ്രോഗ്രാമിലും കത്തി നിൽക്കുമ്പോഴാണ് നല്ല ശമ്പളം വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് പോയത്. പക്ഷെ ഒരിക്കലും കപ്പ് പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പേളിമാണി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് കപ്പ് കിട്ടിയില്ല എന്ന്. പിന്നെ ബിഗ് ബോസിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നുണകളാണ്. നുണകൾ എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ നമ്മളെയൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചക്ക് പറ്റിച്ചില്ലേ ലക്ഷ്മിയും ലക്ഷ്മിയുടെ കുടുംബാംഗങ്ങളും എല്ലാവരും വന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞ്, കൊച്ചിനെ കാണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലക്ഷ്മി അത് എപ്പോഴെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? എൻ്റെ കൊച്ചിനെ കാണിക്കാത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ബിഗ് ബോസ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൂടി ബിഗ് ബോസ് തിരുത്താനോ ഇല്ലെങ്കിൽ മോഹൻലാൽ തിരുത്താനോ ഒന്നും പോയിട്ടില്ല. അത് അവരുടെ നിയമമാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേ ലക്ഷ്മിയോട് ആദ്യം ചോദിച്ചു, നിങ്ങൾ കൊച്ചിനെ കണ്ടില്ല ചോദിച്ചാൽ ഞാൻ കണ്ടിരുന്നു, ഞങ്ങൾ കൺഫെഷൻ റൂമിൽ വെച്ച് കണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവരെല്ലാം ഇനിയിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അനുമോള് പറയും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗെയിം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അതിന് വെച്ച വെള്ളം വാങ്ങി വെക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.